സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അധികം കയ്പില്ലാതെ മുരിഞ്ഞ രീതിയിൽ പാവയ്ക്ക മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. രണ്ട് വലിയ പാവയ്ക്കയാണ് ഞാൻ മെഴുക്ക് പുരട്ടിക്കായിട്ട് എടുത്തിരിക്കുന്നത്. വെള്ളക്കളർ പാവയ്ക്കയാണ്, അതുകൊണ്ട് തന്നെ വലിയ കയ്പൊന്നും കാണില്ല. കീടനാശിനിയൊക്കെ ഉപയോഗിക്കുന്നതിനാൽ പാവയ്ക്ക നല്ലവണ്ണം ഒരു 5-6 പ്രാവശ്യം കഴുകി എടുക്കണം. ക്ലീൻ ചെയ്ത പാവയ്ക്ക ഓരോന്നും 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലെ കുരുവെല്ലാം നീക്കി ക്ലീൻ ആക്കിയിട്ട് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. മറ്റൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് പാവയ്ക്ക അരിഞ്ഞെടുക്കാം. അധികം കട്ടിക്കോ ഒത്തിരി നൈസായോ പാവയ്ക്ക അരിയരുത്. ഈ ഒരു വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയുടെ കൂട്ടത്തിൽ 4 പച്ചമുളകും കൂടി കീറിയിടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക എല്ലാം അടുപ്പിൽ വെക്കാനായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ഒന്ന് വെന്ത് കിട്ടുന്നതിന് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് സ്റ്റൗവിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. ആവി കയറി ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇടയ്ക്ക് അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ച് വെള്ളം പറ്റുന്നിടം വരെ വേവിച്ചെടുക്കണം. അടുപ്പിൽ വെച്ച് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലേക്കിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി കിട്ടുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് കളർ മാറി വരാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് സവാളയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സവാളയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി മൂക്കുമൊന്നും വേണ്ട. ഒരു ട്രാൻസ്പെറൻ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മെഴുക്ക് പുരട്ടിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ പച്ചച്ചുവ മാറി കിട്ടുന്നിടം വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം മുളക് പൊടിയും സവാളയും എല്ലാം കൂടെ മിക്സ് ആകുന്ന പോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നിരത്തിയിട്ട് ചെറിയ തീയിൽ പാവയ്ക്ക മൂപ്പിച്ചെടുക്കണം. പാവയ്ക്ക ഉടഞ്ഞു പോകാതെ ഇടയ്ക്കെല്ലാം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാവയ്ക്ക വെള്ളമെല്ലാം പറ്റി എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. കയ്പുള്ള പാവയ്ക്ക ആണെങ്കിലും ഈ രീതിയിൽ ചെയ്താൽ കയ്പ് തോന്നുകയില്ല. ഇനി ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. മറ്റു കറികളൊന്നും ഇല്ലെങ്കിലും ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ പാവയ്ക്ക മെഴുക്ക് പുരട്ടി മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പാവയ്ക്ക മെഴുക്ക് പുരട്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.